ഓർക്കണം, മനുഷ്യ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമായിട്ട് വിശുദ്ധ ഗ്രന്ഥം ബൈബിള് രേഖപ്പെടുത്തിയിരിക്കുന്നത് സാത്താന്റെ പ്രേരണയ്ക്ക് മനുഷ്യൻ കീഴ്പ്പെട്ട് പാപം ചെയ്തതിനെ കുറിച്ചാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. ചിലട്ട് സ്നേഹിക്കപ്പെട്ട സഹോദരരെ, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ എന്ന പൊതുശീർഷകത്തിലുള്ള വചന വിചിന്തന പരമ്പരയുടെ 4ാമത്തെ സെഷനാണല്ലോ. ഈശോയുടെ നാമത്തിൽ എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ സെഷൻ നമ്മൾ കാണുകയുണ്ടായി, CCC പഠിപ്പിക്കുന്നു പ്രാർത്ഥന ഒരു പോരാട്ടമാണ് എന്ന്. അപ്പൊ കർത്തൃ പ്രാർത്ഥനയിൽ എങ്ങനെയുണ്ട് പോരാട്ടത്തിന്റെ ഘടകങ്ങൾ ഉൾച്ചേർന്നിരിക്കുന്നത് എന്നുള്ള പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുകയായിരുന്നു. അന്തിമ സ്തുതി, ഫൈനൽ ഡോക്സോളജിയിൽ രാജ്യവും ശക്തിയും മഹത്വവും, ഈ 3 വാക്കുകൾ എന്തുകൊണ്ട് എടുത്തു പറയേണ്ട വന്നിരിക്കുന്നത്? അത് സ്വർഗസ്നായ പിതാവ് എന്ന പ്രാർത്ഥനയുടെ ആരംഭ 1-ാം ഖണ്ഡികയിലെ 1-ാം പകുതിയിലെ 3 യാചനകളുടെ വിഷയങ്ങളാണ്. ആ 3 യാചനാ വിഷയങ്ങളും സാത്താന്റെ മേലുള്ള ഈശോയുടെ വിജയത്തിന്റെ വിഷയങ്ങളാണ് എന്ന് പഠിപ്പിക്കുക നമ്മൾ കാണുകയുണ്ടായി. അങ്ങനെ നമ്മൾ കർത്തൃപ്രാർത്ഥന സുവിശേഷം മുഴുവന്റെ സംഗ്രഹമാണ് എന്നതിൻ്റെ വേറൊരു വ്യക്തത നമ്മൾ എടുക്കുകയാണ്. ഇനി നമുക്ക് കാണേണ്ടത് ഈ പ്രാർത്ഥനയുടെ ഉള്ളടക്കത്തിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പ് ഈ സെഷനിൽ ഒരു കാര്യം കൂടി ഒന്ന് പൊതുവായിട്ട് ശ്രദ്ധയിലെടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ പറയുകയുണ്ടായി, സുവിശേഷം മുഴുവനും ആ ഒരു വാക്ക് തന്നെ സൂചിപ്പിക്കുന്നത് യുദ്ധവിജയമാണ്. അത് ബൈബിളിൽ ആ വാക്ക് സുവിശേഷം എന്ന് വരുമ്പോൾ അതിനർത്ഥം ശത്രുവായ സാത്താനുള്ള ദൈവത്തിന്റെ വിജയമാണ്. ആ ഒരു സുവിശേഷം പഠിപ്പിച്ചുകൊണ്ട് യേശു തന്റെ ദൗത്യം ആരംഭിക്കുന്നത്. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലെ 15-ാം വാക്യത്തെക്കുറിച്ച് പ്രോട്ടോ ഏവങ്കേലിയോൻ എന്നൊരു പരാമർശനം സഭയുടെ മതപരകത നൽകുന്ന നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായല്ലോ. യഥാർത്ഥത്തിൽ സുവിശേഷം പുതിയ നിയമത്തിലെ 4 സുവിശേഷ പങ്കുവയ്ക്കലുകളെ കുറിച്ച് മാത്രം പറയാവുന്ന ഒന്നല്ല ഈ പോരാട്ടത്തിന്റെ തലം, സാത്താനെതിരെ പോരാട്ടം. വിശുദ്ധ ഗ്രന്ഥം മുഴുവന്റെയും അടിസ്ഥാന പ്രമേയം സാത്താന്റെ മേലുള്ള ദൈവത്തിന്റെ വിജയമാണ്. മനുഷ്യനായി അവതരിച്ച യേശുക്രിസ്തു വഴി എങ്ങനെയാണ് ദൈവം സാത്താനെ പരാജയപ്പെടുത്തിയത്? ഈ ചരിത്രമാണ് രക്ഷാകര ചരിത്രം എന്ന് പറയുന്നത്. ശക്തൻ കാവൽ നിൽക്കുന്ന വീട്ടിൽ ചെന്ന് കയറി ആ ശക്തനെ കൂടുതൽ ശക്തനായവൻ ബന്ധിച്ച്, ശക്തനായവൻ എന്ന് പറയുന്ന സാത്താന്റെ കസ്റ്റഡിയിലുള്ള മനുഷ്യ മക്കളെ വീണ്ടെടുക്കുന്ന അനുഭവം, അതാണ് വിശുദ്ധ ഗ്രന്ഥം മുഴുവന്റെയും പ്രമേയം. അങ്ങനെ സാത്താന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കുന്നത് കൊണ്ടാണ് ഈശോയ്ക്ക് രക്ഷകൻ എന്നുള്ള പേര് കിട്ടുന്നത്. മത്തായിയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തില് 21-ാമത്തെ വാക്യത്തില് ഈശോയുടെ ജനനത്തെക്കുറിച്ച് ഗബ്രിയേൽ മാലാഖ യോസേപ്പ് പിതാവിനെ മംഗളവാർത്ത അറിയിക്കുമ്പോൾ, ജനിക്കാൻ പോകുന്ന കുഞ്ഞിനിട്ട പേരിനെ കുറിച്ച് പറയുമ്പോൾ, അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം, എന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. യേശു എന്ന വാക്ക്, ഈശോ എന്ന് പൗരസ്തുറിയാനി നമ്മൾ പറയുന്നു, പാശ്ചാത്യ ഗ്രീക്കിലും ഒക്കെ യേശു രണ്ടും അർത്ഥം ഒന്ന് തന്നെയാണല്ലോ. യേശു, യേശുവ, യോശുവ, യാഹ്വേ സേവ്സ് എന്നതിന് അർത്ഥം വരുന്നത്. യഹോവ രക്ഷിക്കുന്നു എവിടുന്ന്? പാപത്തിൽ നിന്ന്. അപ്പം അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. അതാണ് യേശു എന്ന വാക്കിന്റെ അർത്ഥം. ബൈബിളിൽ കാണാൻ പല പേരുകളും ഇടുമ്പോൾ പ്രത്യേക അർത്ഥമുണ്ട്. അർത്ഥം എടുത്ത് പറയുന്നത് കാണാനായിട്ട് പറ്റും. അപ്പൊ ഈശോ എന്ന പേരിടുന്ന അർത്ഥം പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നവൻ. സഭയുടെ മതബോധന ഗ്രന്ഥത്തില് 394-ാമത്തെ ഖണ്ഡികയില് നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ആരംഭം മുതലേ കൊലപാതക എന്ന് യേശു വിശേഷിപ്പിക്കുന്നവന്റെ ആപൽക്കരമായ സ്വാധീനത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യം നൽകുന്നു. എന്നിട്ട് പറയുകയാണ്, ദൈവപുത്രന്റെ ആഗമന ഉദ്ദേശം തന്നെ പിശാചിന്റെ പ്രവർത്തനങ്ങളെ നശിപ്പിക്കുക എന്നുള്ളതായിരുന്നു. ദൈവപുത്രന്റെ ആഗമന ഉദ്ദേശം തന്നെ പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുക എന്നുള്ളതാണ്. യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തില് 8-ാമത്തെ തിരുവചനം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ദൈവപുത്രൻ പ്രത്യക്ഷനായത് പിശാചിന്റെ പ്രവൃത്തി നശിപ്പിക്കാനാണ്. പിശാചിന്റെ പ്രവൃത്തി പാപമാണ്. പാപം ഉണ്ടായില്ലായിരുന്നെങ്കിൽ ദൈവപുത്രൻ പ്രത്യക്ഷപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു. പാപം ഉണ്ടാകുന്നതിനെ കുറിച്ചാണ് ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ 1 വാക്യങ്ങൾ പറയുന്നത്. യഥാർത്ഥത്തിൽ ബൈബിൾ അനുസരിച്ച് മനുഷ്യ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവം എന്ന് പറയുന്നത് പിശാചിന്റെ ദുഷ്പ്രേരണയ്ക്ക് അടിപ്പെട്ട് വഞ്ചിതയായി ഹവ്വ, ഒപ്പം ആദവും
ദൈവത്തിൻ്റെ കൽപ്പന നിരസിച്ചുകൊണ്ട് അവഗണിച്ചുകൊണ്ട് പാപം ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഓർക്കണം, മനുഷ്യ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമായിട്ട് വിശുദ്ധ ഗ്രന്ഥം ബൈബിള് രേഖപ്പെടുത്തിയിരിക്കുന്നത് സാത്താൻ്റെ പ്രേരണയ്ക്ക് മനുഷ്യന് കീഴ്പ്പെട്ട് പാപം ചെയ്യുന്നതിനെ കുറിച്ചാണ്. അതിൻ്റെ ബാക്കിയായിട്ട് അതേ അധ്യായത്തിൽ 15-ാം വാക്യത്തിൽ നമ്മൾ കാണുന്ന പ്രോട്ടോ എവങ്കേലിയോൻ, ആദിമ സുവിശേഷം, സുവിശേഷത്തിൻ്റെ ആദ്യ സൂചന, മിന്നലൊളി നമ്മൾ കാണുന്ന അവിടെയാണ്. ഈ സ്ത്രീയുടെ സന്തതി സാത്താനെ, സർപ്പമേ, നിന്റെ താലയെ തകർക്കും. അതെങ്ങനെ സംഭവിക്കും? അതിൻ്റെ ചരിത്ര വിവരണമാണ് പിന്നെ ബൈബിള് മുഴുവനും. അപ്പോൾ ഉൽപ്പത്തി 3-ാമത്തെ അധ്യായത്തിന് മുമ്പ് 2 അധ്യായം ഉണ്ടല്ലോ. അതെന്താ? അപ്പം അത് നമ്മൾ നാടക പുസ്തകങ്ങൾ വായിച്ചിട്ടില്ലേ? നാടക പുസ്തകം വായിക്കുമ്പം അതിൻ്റെ ആരംഭത്തിൽ രംഗ സജ്ജീകരണത്തെക്കുറിച്ചുള്ള വിവരണം ഉണ്ടാകും. രംഗസജ്ജീകരണം എന്താ കഴിയുമ്പോൾ കാണേണ്ടത്? ഒരു മുറി, നടുക്ക് ഒരു വാതില്, ഈ സൈഡിൽ ജനാല, അതവിടെ ഒരു 2-3 കസേര, ടീപ്പോയി, സോഫ ഇട്ടിരിക്കുന്നു, ഒരു ടീപ്പോയി, അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം പറയും. രംഗസജ്ജീകരണമാണ്. എന്നിട്ട് പറയും, കർട്ടൻ ഉയരുമ്പോൾ ഇന്ന വശത്ത് നിന്ന് ഒരു പ്രധാന കഥാപാത്രം, ഒരു പക്ഷേ ഹീറോ, പ്രധാന കഥ അല്ലെങ്കിൽ വില്ലൻ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ പ്രവേശിക്കുന്നു എന്ന് പറഞ്ഞ് ബ്രാക്കറ്റ് അവസാനിപ്പിച്ചിട്ട് പിന്നെ ആക്ഷനാ, കർട്ടൻ ഉയർന്നു. അപ്പം ബൈബിളിൻ്റെ ആദ്യത്തെ 2 അധ്യായങ്ങൾ രംഗസജ്ജീകരണമാണ്. 1-ാം അധ്യായം ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്നു. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പം ഏദൻ തോട്ടം ക്രമീകരിച്ച് അവിടെ മനുഷ്യനെ അവിടെ ആക്കുന്നു. ആ തോട്ടത്തിൻ്റെ വിവരണങ്ങൾ, അവിടെ ജീവന്റെ വൃക്ഷം, ജീവജലത്തിൻ്റെ നദി, നന്മതിന്മയുടെ വൃക്ഷം, ആ തോട്ടം സംരക്ഷിക്കാനും കൃഷി ചെയ്യാനും വേണ്ടിയുള്ള ചുമതല മനുഷ്യനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഹവ്വയെ കാണുമ്പോൾ ആദം പറയുന്ന മാംസത്തിൻ്റെ മാംസ, അസ്ഥി എന്നുള്ള അസ്ഥി, വലിയ അടുപ്പം ഹവ്വയെ ആദ്യമ മനുഷ്യർ തമ്മിൽ, മാതാപിതാക്കൾ തമ്മിൽ വലിയ ലയം, ദാമ്പത്യത്തിൻ്റെ ലയം, പ്രഭാഷണം 25:1, ആ ലയം അവിടെ നിറഞ്ഞു നിൽക്കുന്നു. ദൈവവുമായുള്ള അടുപ്പം, ജീവജാലങ്ങൾ മുഴുവൻ അടുപ്പം. അങ്ങനെ 1-2 അധ്യായങ്ങൾ ഇവിടെ രംഗസജ്ജീകരണമാണ്. അങ്ങനെ സജ്ജീകരിക്കപ്പെട്ട ഈ ഭൂമിയിൽ, പരദീസയിൽ മനുഷ്യര്, ദൈവം, മൃഗങ്ങളെല്ലാം ആയിട്ടിരിക്കുമ്പോൾ 3-ാം അധ്യായം കർട്ടൻ ഉയരുകയാണ്. കർട്ടൻ ഉയരുമ്പോൾ ആദ്യം കടന്നു വരുന്നത് വില്ലനാണ്, സർപ്പം. സർപ്പം വന്ന് ഹവ്വയോട് സംസാരിക്കുന്നു, ഹവ്വയെ വഞ്ചിക്കുന്നു. അങ്ങനെ ഈ പരദീസയുടെ സൗഭാഗ്യാവസ്ഥ മുഴുവൻ നഷ്ടപ്പെടുകയാണ്. ദൈവമേ കർത്താവ് പിന്നെ ഇറങ്ങി വരുമ്പോൾ ഇവർ ഓടുന്നു, ഒളിക്കുന്നു. 8-ാം വാക്യം, 33-ന്റെ 8-ാം വാക്യം, പുരുഷനും ഭാര്യയും കർത്താവിൻ്റെ കാൽപെരുമാറ്റം വേലാറിയപ്പോൾ തോട്ടത്തിൽ കേട്ടപ്പോൾ ഓടി ഒളിച്ചു. ദൈവമേ കർത്താവ് വിളിച്ചു, ആദാം നീ എവിടെയാ? എന്നിട്ട് വരുന്നില്ല. മരത്തിൻ്റെ ചിലകൾക്കിടയിൽ ഒളിച്ചു. സ്വന്തം ശരീരം ഇങ്ങനെ അത്തേര കൊണ്ട് മറച്ചു. ഞങ്ങൾക്ക് ഭയമാണ്, ലജ്ജയാണ്, ഞങ്ങൾ കൊള്ളാത്തവരാ. എന്തു പറ്റി? ഞാൻ പറഞ്ഞത് നീ ലംഘിച്ചോ, കൽപ്പന ലംഘിച്ചോ ചോദിക്കുമ്പോൾ, നീ എനിക്ക് തന്ന സ്ത്രീ എന്നെ വഞ്ചിച്ചു, പറഞ്ഞു തന്നു, ഞാൻ തിന്നു. അപ്പോൾ അങ്ങനെ സ്ത്രീയെ കുറ്റപ്പെടുന്നു. അപ്പോൾ അവളുമായി ബന്ധം നഷ്ടപ്പെട്ടു. അവൾ അകൽച്ചയാണ്, അവളെ പറ്റി വെറുപ്പാണ്, കുറ്റം പറയുകയാണ്, അകൽച്ച വന്നു. അങ്ങനെ അകൽച്ചയുടെ ഒരു വലിയ അനുഭവം, തന്നോട് തന്നെ വെറുപ്പ്, ലജ്ജ, സ്വയം കാണാൻ ഇഷ്ടമില്ല, അതുകൊണ്ട് അത്തീരം കൊണ്ട് ശരീരം മറച്ചു. കൊള്ളിയല, താൻ ചീത്ത, കൂടെയുള്ളവര് കൊള്ളിയല, മാറ്റിവെക്കുന്നു. അവളെ കാണാൻ ഇഷ്ടമില്ല, ദൈവത്തോടെ ഇഷ്ടമില്ല, അടുപ്പം ഇല്ല, അകൽച്ച, ഓടി അകലുന്നു. പിന്നെ അടുത്തത് തമ്മിൽ പറയുന്നുണ്ട്, ഈ പ്രകൃതി വീട് നിനക്കെതിരായി തീർന്നിരിക്കുന്നു, മുള്ളുകളും മുൾച്ചെടികളും പുറപ്പെടുവിക്കും, നിനക്ക് അധ്വാനത്തിൻ്റെ വേർപ്പോട് നീ ഭക്ഷണം കഴിക്കേണ്ടി വരും, പ്രപഞ്ചം മുഴുവൻ നിനക്കെതിരായി. അങ്ങനെ വലിയ തകർച്ചയിലേക്ക് പോവുകയാണ്. അങ്ങനെ ആരംഭിക്കുന്ന ബൈബിള് പിന്നെ അവസാനിക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? ഈ ആദ്യത്തെ 3 അധ്യായങ്ങൾ, 31, 2, 3 അധ്യായങ്ങൾ ബൈബിള് മുഴുവൻ്റെ ഒരു ആമുഖമാണ്. പരിശുദ്ധാത്മാവുള്ള ബൈബിളിന്റെ ഗ്രന്ഥകർത്താവ്. അതുപോലെ ബൈബിളിന്റെ അവസാനത്തെ 3 അധ്യായങ്ങൾ വെളിപാട് പുസ്തകത്തിന്റെ 20, 21, 22 3 അധ്യായങ്ങൾ ബൈബിൾ മുഴുവൻ്റെ ഒരു കൺക്ലൂഷനാണ്, ഉപസംഹാരമാണ്, പരിശുദ്ധാത്മാവ് ചേർത്തിരിക്കുന്നതാണ്. അവിടെ നമുക്ക് കാണാൻ പറ്റും ഇതേ വിഷയങ്ങൾ തന്നെയാണ്. ഏത്? ഈ 3-ാമത്തെ അധ്യായത്തിൽ ആരംഭത്തിൽ വന്ന് അകത്ത് കയറുന്ന സർപ്പത്തെ പുറകിൽ നിന്ന് 3-ാമത്തെ അധ്യായത്തിൽ പുറത്താക്കുന്നു, എന്നേക്കുമായിട്ട് ഗന്ധക അഗ്നിരാത്തിലേക്ക് എറിയുന്നു. അവരോട് പോയവരെ അവിടുത്തെ വിടുന്നു. അങ്ങനെ 20-ാം അധ്യായം വെളിപാട് 20 21 വരും. വീണ്ടും പുതിയ ആകാശം, പുതിയ ഉൽപ്പത്തിനെ 1 വീണ്ടും ആവർത്തിക്കുകയാണ്. വീണ്ടും ഏദൻ തോട്ടം ആ 21-ാം അധ്യായത്തിന്റെ 9 മുതലുള്ള വാക്യങ്ങളിൽ അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെ പോലെ പുതിയ സ്വർഗീയ ജെറുസലേം. അവിടെ നാമ കാണാൻ പറ്റും, അവിടെ പുതിയ ജീവജലത്തിന്റെ അരുവിയുണ്ട്, ജീവന്റെ വൃക്ഷമുണ്ട്. ദൈവത്തിന്റെ മക്കള് ഈശോയ്ക്കൊപ്പം ഈശ്വര മണവാട്ടിയായിട്ട് സ്വർഗഭവനത്തിൽ ദൈവത്തിൽ സാന്നിധ്യം അനുഭവിച്ച് നിത്യമായ പരദീസ അനുഭവം, പരദീസ വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടുകയാണ്.
അപ്പൊ എവിടെ ബൈബിൾ ആരംഭിച്ച് അവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നത്. അപ്പൊ ആദ്യത്തെ 2 അധ്യായങ്ങളിൽ ബൈബിളിൽ സാത്താനില്ല, ബൈബിളിന്റെ അവസാനത്തെ 2 അധ്യായങ്ങൾ സാത്താനില്ല. ബൈബിളിന്റെ ആരംഭത്തിൽ 3-ാമത് സാത്താൻ വന്ന് കയറി, ബൈബിളിന്റെ പുറകിൽ നിന്ന് 3-ാമത് സാത്താൻ ഇറങ്ങിപ്പോയി. അപ്പം ബൈബിളിന്റെ പ്രമേയം തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്നലെ സൂചിപ്പിച്ചത് ആനന്ദിച്ച് ആഹ്ലാദിക്കും എന്നുള്ള പുസ്തകത്തിൽ പറയുന്നുണ്ട്. 160-ാമത്തെ നമ്പറിൽ പറയുകയാണ്, ബൈബിളിന്റെ ആദ്യ അധ്യായങ്ങളിൽ തന്നെ സാത്താന്റെ സാന്നിധ്യമുണ്ട്. ദൈവം സാത്താന്റെ മേൽ വിജയം കൈവരിക്കുന്ന വിജയം പ്രഘോഷിച്ചുകൊണ്ട് ബൈബിൾ അവസാനിക്കുകയും ചെയ്യുന്നു. വെളിപാട് പുസ്തകം അവസാന അധ്യായങ്ങളിലാണ്. അപ്പൊ സ്നേഹമുള്ള സഹോദരൻ മനസ്സിലാക്കണം, ബൈബിൾ മുഴുവന്റെ പ്രമേയം ഈ പോരാട്ടമാണ്, സുവിശേഷമാണ്. ആദ്യമ സുവിശേഷം പറഞ്ഞ് ആരംഭിച്ചിട്ട് സുവിശേഷം പൂർണ്ണ ഈശോയോട് കാണിച്ചു കൊടുത്ത് അതിന് പൂർണ്ണമായ ആവിഷ്കരണം വെളിപാടിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അവിടെ നമുക്ക് സ്വർഗ്ഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന സുവിശേഷം മുഴുവന്റെയും മാത്രമല്ല, ബൈബിൾ മുഴുവന്റെയും സംഗ്രഹമാണ്. അതുകൊണ്ട് അഗസ്തീനോസ് പറഞ്ഞത് ബൈബിളിലുള്ള സകല പ്രാർത്ഥനയുടെ ഉള്ളടക്കം ഈ ഒരു പ്രാർത്ഥനയ്ക്കകത്തുണ്ട്. ഈ ഒരു കാഴ്ചപ്പാടോട് നമുക്ക് ഈ പ്രാർത്ഥന ഉള്ളടക്കത്തിലേക്ക് കടക്കാനായിട്ട് ഒരുങ്ങാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.